കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടൻറ് ഇട്ട് കഴിയുമ്പം അതിനകത്ത് വിമർശനങ്ങൾ വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ അതിനകത്ത് പോസിറ്റീവ് മാത്രം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊന്നും പറ്റിയതല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഹൻസികനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഫൈനലി എൻ്റെ ചാനലിലും സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഉച്ചയോടെയാണ് എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുള്ളത്. ഹൻസികയാണ് എനിക്ക് സ്ട്രൈക്ക് തന്നത്. അപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് തംബ്നെയിലിൽ പുള്ളിക്കാരുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള കാര്യം ഉളുപ്പുണ്ടോ എന്ന് തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങ് വന്ന് ഇത്ര ബോൾഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇടാനായിട്ടുള്ള ഒരു ബോൾഡ്നെസ് ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കാണിക്കാനും കൂടെ ഒന്ന് പഠിക്കണം. ഇത് ചുമ്മാ മറ്റേ LKG പിള്ളേർ വന്നിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന പോലെയാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വന്ന് ഒരു വീഡിയോ എങ്കിലും അതിനെ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ എങ്കിലും ചെയ്യാം. അല്ലാതെ ഈ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചുമ്മാ സ്ട്രൈക്ക് കൊടുക്കുകയല്ല വേണ്ടത്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ജോലിയിൽ നിൽക്കുകയാണെങ്കിലും നമുക്ക് അവിടെ നെഗറ്റീവായിട്ടുള്ളതും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം നമ്മളത് ഹാൻഡിൽ ചെയ്യണം. സോഷ്യൽ മീഡിയയിലും അത് നമ്മളിപ്പോൾ ഒരു സംഭവം ഇടുമ്പോൾ ഇതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ കാണും, ഇതിന് പോസിറ്റീവ് പറയുന്ന ആൾക്കാർ കാണും. എന്ന് വെച്ച് നമ്മൾ എന്താ പറയുക, അതിനെ രണ്ടിനെയും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് പോസിറ്റീവായിട്ട് എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അതിനെ നിങ്ങളെടുത്ത് അപ്രിഷ്യേറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പം ഒരു നെഗറ്റീവ് പറയുമ്പം അത് ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ സ്ട്രൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനലിനെ മാത്രമേ സ്ട്രൈക്ക് അടിക്കാൻ പറ്റുന്നുള്ളല്ലോ. നിങ്ങളുടെ ഇപ്പോൾ പൂക്കൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആൽബം ഇറങ്ങിയിട്ടുണ്ട്. ആ ആൽബത്തിൻ്റെ കമൻറ്റ്സ് ഒന്ന് എടുത്ത് നോക്കുക, എത്രത്തോളം നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹൻസികയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ദിയയുടെ ആണെങ്കിലും നിങ്ങളുടെ ഫാമിലി ഫുൾ ഓഫ് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഹൻസികയുടെ വീഡിയോ ലീക്ക് ആയതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. അത് നിങ്ങളെന്താ കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ പോയി അടിക്കുമോ? അപ്പോൾ ഇവരെയൊക്കെ എനിക്ക് മരവാഴകളെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു സംഭവം ഇടുമ്പം അത് നേരിടാനുള്ളൊരു ധൈര്യം അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാവുള്ളൂ. ഇവർ ബോൾഡായിട്ടുള്ള സംഭവം നമ്മളെല്ലാവരും പറഞ്ഞാൽ എന്താ പറയുക, ഈ സബ്സ്ക്രിപ്ഷനിൽ വന്ന് വീഡിയോ ഇട്ടത് ആ ഒരു കാര്യത്തിന് ഞാൻ എതിർക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പുള്ളിക്കാരി ഡാൻസ് ചെയ്തിട്ടുണ്ട്, അതും നല്ല ബോൾഡായിട്ട്, അല്ലെങ്കിൽ ഇതിനേക്കാളും ഡ്രസ്സ് കുറഞ്ഞ രീതിയിൽ ഡാൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെയൊന്നും ആരും എടുത്ത് വിമർശിച്ചിട്ടില്ല. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷനിൽ വന്ന് കാണിച്ചു കൂട്ടിയത് തെണ്ടിത്തരമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണ്, ഈ ഹൻസിക എന്ന് പറയുന്ന ഹൻസികനെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പം അവർക്കും ആ രീതിയിൽ പോയിക്കൂടെ എന്നുള്ളത്. കാരണം ഇത്രയും രീതിയിൽ എന്താ പറയുക ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് സബ്സ്ക്രിപ്ഷന് വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് ബാഡായിട്ട് ആ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോളോ ചെയ്തിരിക്കുന്ന കൂടുതലും യങ്സ്റ്റേഴ്സ് തന്നെയാണ് ഈ പുള്ളിക്കാരിനെ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് പല അഭിപ്രായം, ചിലവരൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പലവർക്കും പല കാഴ്ചപ്പാടാണ് അല്ലേ. ഒരു കല്ലിനെ ഒരു 10 പേര് നോക്കുമ്പോൾ അതിൻ്റെ 10 വ്യൂവിലായിരിക്കും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു കല്ലിൻ്റെ സംഭവം. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോനെ കുറിച്ച് റിയാക്ട് ചെയ്തവരെ എല്ലാവരെയും റിയാക്ഷൻ വീഡിയോസിന് മാത്രം സ്ട്രൈക്ക് കൊടുക്കുന്ന എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടവരെ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? അതാണ് എനിക്ക് പറയേണ്ടത്. ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമായിരുന്നല്ലോ. ആരും വന്നില്ല, ആരും ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ജസ്റ്റ് നൈസായിട്ടിരുന്നുകൊണ്ട് ഇങ്ങനെ സ്ട്രൈക്ക് കൊടുക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നൊരു വ്യക്തിയുണ്ട്, നമ്മുടെ രേണുസുതി. ആക്ച്വലി നമ്മളെ എല്ലാവരുടെയും ചില ചാനലുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഫുൾ ഓഫ് രേണുസുതി മാത്രമാണ് അവരുടെ കണ്ടന്റ്. അവർ നല്ലതൊന്നും അല്ല പറയുന്നത് അവരെക്കുറിച്ച് പറയുന്നത് എല്ലാം മോശമായിട്ടുള്ളത്. ഈവൻ തംബ്നെയിലിൽ പോലും വളരെ എന്താ പറയുക, തംബ്നെയിൽ കാണുന്ന സംഭവം അല്ലായിരിക്കും ഇൻസൈഡ് ദി വീഡിയോ കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരാൾക്ക് പോലും സ്ട്രൈക്ക് കൊടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. ഈ ഒരു ടൈമിൽ എനിക്ക് റെസ്പെക്റ്റ് തോന്നുകയാണ്. കാരണം രേണുസുതിയുടെ അടുത്ത്, കാരണം അവർക്ക് നിൽക്കാനുള്ള ഒരു ഗട്ട്സ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ അവർ അറ്റ്ലീസ്റ്റ് വേറെ ഒന്നുമില്ല, ഡാൻസ് ഒന്നും ഞാൻ അവരെ പെർഫെക്റ്റ് ആണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിൽക്കാനുള്ളൊരു ഗട്ട്സ് അവർക്കുണ്ട്. അവരെ ആര് നെഗറ്റീവ് പറഞ്ഞാലും അവർ കല്ല് പോലെ നിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്.
സോ ഞാനും ഒരുപാട് വീഡിയോസ് രേണുസുധീനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ ഒരു സ്ട്രൈക്ക് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു, എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു സാധനം, കാരണം ഇത്രയധികം ആൾക്കാരാണ് രേണുസുധീനെ എതിരായിട്ട് അല്ലെങ്കിൽ രേണുസുധിയെ എതിർത്ത് സംസാരിച്ചത്. ബട്ട് അപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ധൈര്യത്തോടെ നിന്ന് അതിനെ നേരിടുന്നൊരു സംഭവമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം ലൈക്ക് നല്ല മരവാഴകൾ അല്ലെങ്കിൽ മരവാഴ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ബോൾഡായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ വരുമ്പം അതിനെ വിമർശിക്കാനും ബോൾഡായിട്ട് തന്നെ, വിമർശിക്കുന്നവരെയും ബോൾഡായിട്ട് തന്നെ നിന്ന് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഒരു എന്താ പറയുക, അതാണ് വേണ്ടത്. എനിക്ക് അവിടെ പല വേർഡ്സും പറയാൻ തോന്നുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ, എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ സ്ട്രൈക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്കുള്ളതല്ല. ഈവൻ ഇൻസ്റ്റയിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പലതും ഇടും, അല്ലെങ്കിൽ പല സ്ഥലത്തും ഇതും ഇടും. ഇൻസ്റ്റയിൽ എനിക്ക് കാണാനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാനുള്ള ഒരു ഇതുണ്ട്, അവർക്കും അതിൻ്റേതായ ഇതുണ്ട്. അതുപോലെ തന്നെ അത് റിയാക്ട് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഒരു ഇതാണ്. അല്ലാതെ ഇത് ആരുടെയും വീട്ടിലത്തെയോ ഒന്നുമല്ല. നിങ്ങൾ സോഷ്യലി ഇടുന്ന ഒരു സംഭവം നമ്മൾ വ്യൂ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷനിൽ വന്ന് ഈ വീഡിയോ ഇടുകയാണെങ്കിൽ പോലും ഇത്രയും ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പൈസ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഇത്രയും ആൾക്കാർ വ്യൂ ചെയ്തെങ്കിൽ മാത്രമേ അതിന് പൈസ കിട്ടത്തുള്ളൂ. അപ്പം വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അത് പറയാനുള്ള അവരുടെ റൈറ്റും അവിടെയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റൈറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടൻറ് ഇട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന് വിമർശനങ്ങൾ വരും. അല്ലാതെ പോസിറ്റീവ് വരുമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ചിന്തിച്ചിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വീഡിയോ പോലും ഫുൾ ഓഫ് പോസിറ്റിവിറ്റിയുടെ വീഡിയോസ് ഒന്നും വരുന്നില്ല. അപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷനിലും ഉണ്ട് ഒരുപാട് നെഗറ്റീവ്സ്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അതെല്ലാം വായിക്കാറുണ്ട്. എന്നിട്ട് എൻ്റെ വീഡിയോസിൽ എനിക്ക് തോന്നാറുണ്ട് യെസ് അവർ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചാൽ ഞാൻ തിരുത്താറുണ്ട്. അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കുഞ്ഞു ചാനലാണ്, നിങ്ങളെപ്പോലെ വലിയ ചാനലും കാര്യങ്ങളും ഒന്നും അല്ല. എങ്കിൽ കൂടിയും ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ വെറും മരവാഴയെന്ന് എല്ലാവരും വിചാരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.